സഹോദരന്മാരെ, സ്നേഹമസന്നമായ ഉപദേശത്തിനപ്പുറം ഒരു മരുന്ന് ലോകത്ത് വേറെയില്ല. അതിന് മാറ്റിയെടുക്കാൻ കഴിയുമ്പോൾ ഒരു മാറ്റം ലോകത്ത് വേറെയില്ല. ഏത് ദുസ്വഭാവക്കാരനെയും നന്നാക്കാൻ അയാളുടെ നന്മ വായിച്ചറിഞ്ഞിട്ട് അയാൾ ഉപദേശിക്കലാണ് നല്ലത്. അതിലപ്പുറം ഒരു മരുന്നില്ല. ഏറ്റവും നല്ല അതല്ലേ. അപ്പൊ ആ കുട്ടിയെ, ഒരു തെറ്റ് ചെയ്യുന്ന കുട്ടിയെ ബാപ്പ കണ്ടാൽ, ഉദാഹരണമായി പറയാം, ഒരു ബാപ്പ പള്ളിയിൽ നിന്ന് അങ്ങനെ വീട്ടിൽ പോവുകയാണ്. ആ ബാപ്പക്ക് നേരത്തെ ഒന്നോ ശീലമായൊരു പുകവലിയുണ്ട്. അങ്ങനെ കൂട്ടിക്കൊള്ളി. നിങ്ങൾ ഉദാഹരണം, എല്ലാ ആൾക്കാർ അവരെ തന്നെ ഒന്ന് കൂട്ടിക്കൊള്ളി. ഉദാഹരണം, പുകവലിക്കുന്ന സ്വഭാവമുണ്ട്. അയാളങ്ങനെ സുന്നത്താണ്ട് വലിക്കല്ല, ശീലമായതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കാനും മൂപ്പരങ്ങനെ പറയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അതങ്ങനെ കൂടപ്പുറപ്പായി മാറിയതാണ്. ബാപ്പ അങ്ങനെ പോയി നോക്കുമ്പോ ബാത്റൂമിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുകച്ചുരുളുകൾ ഇങ്ങനെ ഉയരുന്നുണ്ട്. പതുക്കെ പോയി നോക്കുമ്പോ ഒരു 5-ാം വയസ്സായ നല്ല കുസൃതിക്കാരനായ കുട്ടിയുണ്ട്. ആ കുട്ടി കടലാസ് ഇങ്ങനെ ചുറ്റി പതുക്കെ തീ കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുക. കണ്ണൊന്ന് മൂക്കൊന്നും ആകെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ കണ്ടപാട് അടുക്കളയിലുള്ള ഉമ്മാനെ വിളിച്ച് രംഗം വഷളാക്കരുത്, ആ കുട്ടിയെ പേടിപ്പിക്കരുത്. ഗസാലി ഇമാം തങ്ങൾ പറയാ, പേടിപ്പിക്കരുത്. ആ കുട്ടിയെ സ്നേഹത്തോടെ വിളിച്ചു കൊണ്ടുവന്ന് പറയണം, മോനെ, ബാപ്പ ഇത് പണ്ടത്തെ കല്യാണത്തിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് ബാപ്പ അങ്ങനെ തുടങ്ങി ശീലിച്ച് നിർത്തി കിട്ടിയെങ്കിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. മോനേതായാലും ഇത് തുടങ്ങരുത്. ഇല്ല ബാപ്പ, ഞാൻ വെറുതെ നോക്കിയതാണ്. ബാപ്പ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ പുക പോകുമ്പോ എങ്ങനെയാണ് ഈ പുക പോകുന്നത് ഞാനൊന്ന് നോക്കിയതാണ്. എന്നാ മോനെ പണിയെടുക്കരുത്. ഞാൻ എടുക്കൂല അപ്പൊ ഞാൻ വെറുതെ ചെയ്തു നോക്കിയതാണ്. ബാപ്പാനോടുള്ള അഗമ്യമായ സ്നേഹം കൊണ്ട് ആ കുട്ടി ഇത് പറഞ്ഞു നിർത്തി. എന്നാ പിന്നെ രക്ഷപ്പെട്ടു. അതേ സമയത്ത് 4 വീട്ടുകാരും ആ ഉമ്മയും വരുന്ന ആൾക്കാരും പിന്നെ ആ വീട്ടിൽ ആരൊക്കെ സന്ദർശകരെ വരുന്നുണ്ട് അവരോടൊക്കെ തിരിയുന്ന രൂപത്തിൽ ഇതങ്ങ് വിളമ്പിയാൽ അക്കുട്ടിയുടെ ഭാഗത്ത് പിശാച് സ്വാധീനം ചെലുത്തും. അക്കുട്ടിയെ കൊണ്ട് അന്ന് അവൻ ചുരുട്ടി വലിച്ച് കടലാസാണെങ്കിൽ പിന്നെ ദിനേശ് വീഡിയോ എടുപ്പിക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ മേലുള്ളത്, അത് കഴിഞ്ഞാൽ പിന്നെ ഉയരുള്ളത്, പിന്നെ പേരൊന്നും എനിക്കല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ ഉയരുള്ളത്, പിന്നെ ഏറ്റവും വലിയ ഉയരുള്ളത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അതല്ല അതിന്റെ ശൈലി. അവർ ഉപദേശിക്കണം. ഉപദേശിച്ച് മാറ്റിയാൽ പിന്നെ ഒരു കാലത്ത് പറയാൻ പാടില്ല. പിന്നെ ആ കുട്ടിക്ക് പേരക്കുട്ടികളായി നിൽക്കുമ്പോ, അന്നൊക്കെ എനിക്കറിയാം, ഈ പണ്ട് 5-ാമത്തെ വയസ്സിൽ ആ വീഡിയോ വലിച്ചിട്ട് ഞാൻ എന്നെ പിടിച്ചില്ലേ. ഇത് പറയുമ്പോ മറ്റേ മക്കൾ ചിന്തിക്കുക, ആ എന്റെ വാപ്പാക്ക് അങ്ങനൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ലേ, വല്യാപ്പ അതാ പറയണത്. അത് തിരുത്താൻ പാടില്ല, അത് പറയാൻ പാടില്ല. പിന്നെ അത് വിട്ടേക്കണം. അവരെ നന്നാക്കുന്ന ശൈലിയല്ലേ. അതുകൊണ്ട് നല്ല സ്വഭാവങ്ങൾ കൊടുത്തവരെ നന്നാക്കണം, നല്ല ശൈലി കൊടുത്തവരെ നന്നാക്കണം. സ്വഭാവത്തിൽ കേടുവരാൻ പാടില്ല.